എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ അത്രയും പരിപാടി ആയതുകൊണ്ട് 4 മണി വരെ ഒരു ക്യാമ്പാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നടത്തപ്പെടുന്നത്. ആ ഒരു ക്യാമ്പിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് ഈ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്കൊക്കെ രാവിലെയൊക്കെ അവരുടേതായ ജോലി തിരക്കുകളുണ്ടാവും. രാത്രി ജോലി ചെയ്യുന്നവർ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് വെളിച്ചത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ ഒരു 12 മണിയാവും. അവർക്ക് സമയ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഇപ്പോൾ അവർ പതുക്കെ വന്നാലും മതി, രജിസ്ട്രേഷനാണല്ലോ ഇവിടെ നടക്കുന്നതെന്നുള്ളൊരു. അപ്പോൾ ആ ഉദ്ഘാടനം നമ്മളൊരു ഔപചാരികമായിട്ട് നടത്തി പോകുന്നു എന്നുള്ളതല്ലാതെ ആ പരിപാടി ഇന്ന് വൈകുന്നേരം 4 മണി വരെ ഇവിടെ ഉണ്ടാകും. പിന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു ഈ ഒരു ഇൻഷുറൻസിൻ്റെ അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ആരെയും പറഞ്ഞ് ഈ ഇവിടെ ഇരിക്കുന്ന ആരോടും അതിൻ്റെ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻഷുറൻസ് എന്ന് പറയുന്ന സുരക്ഷ എന്നതിനെ കൂടുതലും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മളുടെ ചുറ്റും ഉണ്ടാവുമല്ലോ. പരസ്പരം ബോണ്ടഡ് ആയിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. അച്ഛനമ്മമാരായാലും ശരി, ഭാര്യ, മക്കൾ, അല്ലെ ഭർത്താവ്, സഹോദരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബോണ്ടഡായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അസുഖം വരിക, മരണം എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും അറിയാതെ കടന്നു പോകും. പക്ഷേ അസുഖം വന്നിട്ട് നമ്മളതിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കുറച്ച് ദീർഘകാലമായ ചികിത്സ ആവശ്യം വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാരണം നമ്മളെ സ്നേഹിച്ചു പോയി എന്നുള്ള കുറ്റം കൊണ്ട് കുറച്ച് പേര് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അവരുടെ ജീവിതം കൂടെ കിടക്കുന്ന ആളും നോക്കുന്ന ആളും ഒരേപോലെ ഇല്ലാതായി പോകുന്ന തരത്തിലായി പോവും ജീവിതം മുഴുവൻ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹത്തെയെങ്കിലും മുൻനിർത്തി അതിനെങ്കിലും നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ അവരുടെ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു അഷുറൻസാണ്. എന്ന് വെച്ചാൽ ഉറപ്പാണ് നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടാൻ പാടില്ല. സാമ്പത്തികമായിട്ടെങ്കിലും ഒരു പരിധി വരെയുള്ള ആശ്വാസമെങ്കിലും അവർക്കുണ്ടാവണം. നമുക്ക് അങ്ങനെ ഒരു അസുഖം വരികയോ ആക്സിഡൻറ്റ് വരലോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കലോ നമ്മളുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ ആവശ്യമായിട്ട് വരില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ആവശ്യമായിട്ട് വരില്ല. അപ്പോഴും അടയ്ക്കുന്ന ഒരു പ്രീമിയത്തിന് ഒരു വേസ്റ്റായിട്ട് കണക്കാക്കിയാണ് പലരും ഇത് ചെയ്യാത്തത്. പക്ഷേ അതൊരു വേസ്റ്റ് അല്ല എന്നുള്ള കാര്യം നമ്മുടെ ചുറ്റും നോക്കുന്ന ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള പല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ രജിസ്ട്രേഷന് വരാത്ത ആൾക്കാരെയാണെങ്കിലും നിങ്ങൾ തേടി പിടിച്ച്, കാരണം നിങ്ങളുടെയൊക്കെ ജോലിയാവുമ്പോൾ ഏത് രാത്രിയൊന്നും ഇല്ലാതെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഒരു ബൈക്ക് എടുത്ത് അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പേരും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു ട്രോമ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാതെ ഇന്ന് മാറി നിൽക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഈ രജിസ്ട്രേഷൻ 100% ആക്കുന്നു എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ അങ്ങനെയുള്ളോ യാതൊരു കാര്യങ്ങളെയും പരിഗണിക്കാതെ തന്നെ എല്ലാ ആൾക്കാരും ഇതിനകത്ത് എൻറോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തലാണ് പത്രപ്രവർത്തക യൂണിയൻ്റെ കടമ. അത് നന്നായിട്ട് നിർവഹിച്ച എല്ലാ അംഗങ്ങളും ഇത് ഇൻഷുറൻസിൽ ചേർന്ന് നല്ലൊരു പദ്ധതിയായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കൂടി ഇന്നത്തെ ഈ എൻറോൾമെൻറ്റ് ടോപ്പ് അപ്പ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. എല്ലാവരോടും സ്നേഹം, നമസ്കാരം.